നമസ്കാരം. നാളെ ഒക്ടോബർ 1 ഒരു പുതിയ മാസത്തിന്റെ തുടക്കം തന്നെയാകുന്നു. ഏതൊരു തുടക്കവും ശുഭമായി തന്നെയാണ് നാം ഏവരും കരുതുന്നത്. ശുഭചിന്തകളോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ആരംഭിക്കേണ്ടതായ ഒരു ദിവസം തന്നെയാണ് നാളെ. ഒക്ടോബർ ആരംഭത്തിൽ തന്നെ നവരാത്രി വരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. നാളെ ഒക്ടോബർ 1 ചില വസ്തുക്കൾ കണി കാണുന്നത് ഏറ്റവും ശുഭകരമാണ്. അതേപോലെ തന്നെ വീടുകളിൽ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും ചെയ്യുന്നത് ആ മാസം ഏറ്റവും ശുഭകരമായി തീരുവാൻ സഹായകരമാണ്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നും വിശദമായി തന്നെ മനസ്സിലാക്കാം. നാളെ നടത്തുന്ന വിശേഷാൽ മാസാധ്യ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ വസ്തുവായി പരാമർശിക്കുന്നത് നിറകുടമാണ്. പറയുന്നത് കണി കാണേണ്ടതായ വസ്തുക്കളെ കുറിച്ചാണ്. ഉണർന്ന ഉടനെ, അതല്ല ആദ്യ 24 മിനിറ്റിനുള്ളിലാണ് എങ്കിൽ പോലും നിറകുടം അല്ലെങ്കിൽ പാത്രം നിറയെ ജലം കണി കാണുന്നത് ഉത്തമം തന്നെയാകുന്നു. അതിനാൽ തലേ ദിവസം, അതായത് ഇന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്തു വയ്ക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികപരമായ ദുരിതങ്ങൾ, പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുന്നതിന് സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത്. നാളെ കണി കാണേണ്ട ഏറ്റവും വിശേഷപ്പെട്ടതായ കണിയാണ് എന്ന് നിസ്സംശയം പറയാം. മറ്റൊന്ന് നിലവിളക്കാണ്. സർവ ദേവതകളുടെയും പ്രതീകം. കത്തിച്ച നിലവിളക്ക് നാളെ കാണുന്നത്, പ്രത്യേകിച്ചും 5 തിരിയിട്ട ഭദ്രദീപം കണി കാണുന്നത് ഏറ്റവും വിശേഷമാണ്. ആദ്യ 24 മിനിറ്റിൽ, ഉണർന്ന ആദ്യ 24 മിനിറ്റിൽ തന്നെ കണി കാണുവാൻ ശ്രമിക്കുക. ഇങ്ങനെ കാണാൻ പറ്റിയില്ല എങ്കിൽ പോലും ആദ്യ അരമണിക്കൂറിനുള്ളിലെങ്കിലും ഇവ കണി കാണുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ കാണുന്നത് അതീവ ശുഭകരമാണ്. പ്രത്യേകിച്ചും ഈശ്വരാധീനം വന്നു ചേരുന്നതിനും ആ മാസം ഏറ്റവും ശുഭമായി തീരുന്നതിനും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിനും സഹായകരമാണ്. മറ്റൊന്ന് അരിയാണ്. അരിയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം. ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതായ വസ്തു. ഒരു പാത്രത്തിൽ അല്പം അരി, മഞ്ഞൾ, ധാന്യങ്ങൾ, സിന്ദൂരം, നാണയം എന്നിവ ഒരുമിച്ച് വയ്ക്കുക. ഇന്ന് തന്നെ വയ്ക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവ നാളെ കണി കാണുന്നത് അതീവ ശുഭകരമാണ്. മാസം മുഴുവൻ നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാൻ സഹായകരമാണ് എന്ന് നിസ്സംശയം പറയാം. അതിനാൽ ഇന്നേ ദിവസം തന്നെ ഇപ്രകാരം ചെയ്തു വയ്ക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെ അടുക്കളയിൽ കയറി ആദ്യം പാല് തിളപ്പിക്കുകയും അത്തരത്തിൽ പാല് തിളപ്പിക്കുന്നതിലൂടെ അത് ശുഭകരമായ ഫലങ്ങൾക്ക് കാരണമായി തീരും. കൂടാതെ തിളയ്ക്കുന്ന പാൽ ആദ്യ 24 മിനിറ്റിനുള്ളിൽ കണി കാണുന്നതും ഏറ്റവും വിശേഷമാണ്. പ്രത്യേകിച്ചും ആ മാസം ആരോഗ്യപരമായ ഉയർച്ചയ്ക്ക്, രോഗദുരിതങ്ങൾ അവസാനിക്കുന്നതിനോ അല്ലെങ്കിൽ തരണം ചെയ്യുന്നതിനോ സഹായകരമാണ്. മറ്റൊന്ന് ആകാശമാണ്. ഏവർക്കും കണി കാണുവാൻ സാധിക്കുന്നതായ ഒരു കാര്യം. പ്രധാന വാതിൽ തുറക്കുമ്പോൾ തന്നെ ഇപ്രകാരം ആകാശം കണി കാണുന്നത് ആ മാസം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ, ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സഹായകരമാണ്. അതിനാൽ തന്നെ ഈ വസ്തുക്കൾ കണി കാണുന്നതും ഉത്തമമാണ്. കൂടാതെ ധനം അഥവാ പണം നാളെ കണി കാണുന്നത് ഏറ്റവും വിശേഷമായി തന്നെ കണക്കാക്കാം. കൂടാതെ നാളെ ചില വസ്തുക്കൾ കണി കാണുവാൻ പാടുള്ളതല്ല. കൂടാതെ തുളസി, കറ്റാർവാഴ നാളെ കണി കാണുന്നതും ഏറ്റവും വിശേഷമാണ്. കാരണം ആ വീടുകളിലേക്ക് ഭാഗ്യവും ഉയർച്ചയും കൊണ്ടുവരുവാൻ സഹായകരമായ വസ്തുക്കൾ. അതിനാൽ തന്നെ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വീടുകൾക്ക് സൗഭാഗ്യവും ഉയർച്ചയും നൽകുന്ന ഇത്തരം കണികൾ നാളെ കാണാതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്ന വസ്തുക്കൾ ഏതെങ്കിലും ഒരു വസ്തുവെങ്കിലും നാളെ കണി കാണുവാൻ ശ്രമിക്കുക. ഈ മാസം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. എന്നാൽ കണി കാണേണ്ടതായ വസ്തുക്കളെ പോലെ തന്നെ ചില വസ്തുക്കൾ കണി കാണുന്നത് നിങ്ങൾക്ക് ദോഷകരവുമാണ്. അതേക്കുറിച്ച് കൂടി മനസ്സിലാക്കാം. അതിൽ ആദ്യത്തേത് നിങ്ങളുടെ നിഴലാകുന്നു. ഉണർന്ന് ആദ്യ 24 മിനിറ്റിൽ നിങ്ങളുടെ നിഴൽ കണി കാണുന്നത് രോഗദുരിതങ്ങൾ വന്നു ചേരുവാൻ കാരണമായി തീരും. കൂടാതെ നിങ്ങളുടെ പ്രതിബിംബം അത് കണ്ണാടിയിലാണ് എങ്കിൽ പോലും കാണുന്നത് അത്ര ശുഭകരമല്ല. അതിനാൽ ആദ്യ 24 മിനിറ്റിനുള്ളിൽ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. വീടുകളിൽ കേടായ എന്തെങ്കിലും വസ്തുക്കളുണ്ട് എങ്കിൽ അത് എന്ത് തന്നെയാണ് എങ്കിലും നാളെ ആദ്യ 24 മിനിറ്റിൽ കണി കാണുന്നത് ശുഭമല്ല. കടബാധ്യതകൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും. പൊട്ടിയ പാത്രങ്ങൾ കണി കാണുന്നത് ദോഷകരമാണ്.
ദുഃഖങ്ങൾ, ദുരിതങ്ങൾ ആ വീടുകളിൽ വന്ന് ചേരുന്നതിന് കാരണമായി തീരും. എന്നാൽ നാളെ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ചും വീടുകളിൽ ചെയ്യേണ്ടതാണ്. കാരണം നാളെ മാസാദ്യമാകുന്നു. അതിൽ ആദ്യത്തേതായ കാര്യം അതിരാവിലെ ഉണരണം എന്ന കാര്യമാകുന്നു. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരുവാൻ സാധിച്ചാൽ ഏറ്റവും വിശേഷം. സാധിക്കാത്തവരാണ് എങ്കിൽ സൂര്യോദയത്തിന് മുൻപായി തന്നെ ഉണരുവാൻ ശ്രമിക്കുക. കൂടാതെ ഈ സമയം വീടുകളിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിശേഷമായാണ് കണക്കാക്കുന്നത്. കൂടാതെ നിങ്ങൾ ചില കാര്യങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയം ക്ഷേത്ര ദർശനം നടത്തുന്നതും ക്ഷേത്രത്തിലെ പ്രസാദം വീടുകളിൽ കൊണ്ടുവരുന്നതും കുടുംബാംഗങ്ങൾ ഏവരും അണിയുന്നതും അതീവ ശുഭകരമാണ്. സാധിക്കുമെങ്കിൽ കുടുംബാംഗങ്ങൾ ഏവരും ഒരുമിച്ച് തന്നെ ക്ഷേത്രത്തിൽ, അത് അടുത്തുള്ള ഏത് ക്ഷേത്രമാണ് എങ്കിൽ പോലും ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഈ സമയം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും അത് കുടുംബാംഗങ്ങളുടെ ഏവരുടെയും പേരിൽ നടത്തുന്നതും നിങ്ങൾക്ക് സാധിക്കുന്നതായ മറ്റു വഴിപാടുകൾ ചെയ്യുന്നതും ഉത്തമം തന്നെയാകുന്നു. എന്നാൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി തീർച്ചയായും നിങ്ങൾ നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ ശിവക്ഷേത്രത്തിലാണ് എങ്കിൽ ധാരയും പിൻവിളക്കും കൂടാതെ ഭഗവാന് കൂവളമാലയും നടത്തുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. ഈ വഴിപാടും മറക്കാതിരിക്കുക. കൂടാതെ നാളെ വിളക്ക് തെളിയിക്കുമ്പോൾ പ്രത്യേകിച്ചും അത് രാവിലെയാണ് എങ്കിലും സന്ധ്യയ്ക്കാണ് എങ്കിലും മഞ്ഞ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും ശംഖുപുഷ്പം നാളെ സമർപ്പിക്കുന്നതും വിശേഷം തന്നെയാകുന്നു. അത് വെളുത്ത ശംഖുപുഷ്പമാണ് എങ്കിലും അഥവാ നീല ശംഖുപുഷ്പമാണ് എങ്കിലും അത് വിശേഷാൽ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും. അതിനാൽ തീർച്ചയായും ഈ ഒരു വസ്തു കൂടി നിങ്ങൾ സമർപ്പിക്കുവാൻ മറക്കാതിരിക്കുക. ഈ പരാമർശിച്ച കാര്യങ്ങൾ ഏവരും ചെയ്യുക. അതോടൊപ്പം നാളെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ മന്ത്രങ്ങൾ കഴിയാവുന്നത്ര തവണ ജപിക്കുക. അത് വിളക്ക് തെളിയിക്കുന്ന അവസരത്തിലോ അതല്ല നിങ്ങൾക്ക് മറ്റു അവസരങ്ങളിലോ ജപിക്കാവുന്നതാണ്. എന്നാൽ ശരീരശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യം തന്നെയാകുന്നു. ഈ കാര്യങ്ങൾ പ്രത്യേകിച്ചും ഏവരും ചെയ്യുക. അതിരാവിലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും സന്ധ്യയ്ക്കാണ് എങ്കിലും അഥവാ രാത്രിയാണ് എങ്കിലും ദർശനം നടത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെ ഉണർന്ന ഉടനെയോ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുൻപോ ഞാൻ ഈ പരാമർശിക്കുന്ന വാക്ക് പറയുക. ശ്രീം എന്ന വാക്ക് പറയുക. മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട വാക്കാണ്. ദേവിയുടെ ബീജാക്ഷരം തന്നെയാകുന്നു. അതിനാൽ ശ്രീം എന്ന മനസ്സിൽ നിങ്ങൾ സ്മരിക്കുക. പ്രത്യേകിച്ചും അതിരാവിലെ ഉണർന്ന ഉടനെ തന്നെ മനസ്സിൽ ദേവിയെ ധ്യാനിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ സ്മരിച്ചുകൊണ്ട് തന്നെ ഈ വാക്ക് പറയുന്നത് ഏറ്റവും വിശേഷമാണ്. ആ വ്യക്തികളുടെ ജീവിതത്തിൽ മഹാലക്ഷ്മി കടാക്ഷം വർദ്ധിക്കും. അതിനാൽ തീർച്ചയായും നാളെ ഈ ഒരു വാക്ക് മറക്കാതെ പറയുക.